റിയൽ ഭാഗം 5. കഥാരചന ഭീമ എസ്. അവതരണം ഷാജഹാൻ ചളിക്കോട്. മോളെ, റൂബിനെ വന്നില്ലേ? ഉമ്മായുടെ ചോദ്യം. ഇല്ലുമ്മ, വിളിച്ചിട്ട് അവൾ ഫോൺ എടുക്കുന്നതുമില്ല. ആസിയ വിഷമത്തോടെ നിൽക്കെ അവളുടെ ഫോൺ ബെല്ലടിച്ചു. റൂബീന ആയിരിക്കുമോ? അവൾ ആശങ്കയോടെ ഫോൺ എടുത്തു. പരിചയമില്ലാത്ത ഫോൺ നമ്പറാണ്. ഹലോ. ആസിയ വിറയാർന്ന ശബ്ദത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുവശത്ത് ഒരു പുരുഷ ശബ്ദം. ആസിയ ഉണ്ടോ? ആസിയ പെട്ടെന്നൊന്ന് സ്തംഭിച്ചു പോയിരുന്നു. ഇതാരാണ്? ഇനി അയാളെങ്ങാനും? അവളുടെ ചിന്ത സഫറിലേക്കാണ് എത്തിയത്. പെട്ടെന്ന് മറുവശത്ത് ഒരു പൊട്ടിച്ചിരി. ഹായ് കൊച്ചിക്ക. പെട്ടെന്ന് ചിരിയുടെ ഉടമയെ ആസിയ തിരിച്ചറിഞ്ഞു. ഇതേതാ നമ്പർ? ശബ്ദം മാറ്റി എന്നെ പറ്റിച്ചുവല്ലേ? ആസിയ പരിഭവിച്ചു. ഞാൻ നിന്നെ ഒന്ന് പറ്റിച്ചേക്കാമെന്ന് കരുതി. വലിയ കമ്പനിയിലൊക്കെ ജോലി കിട്ടിയപ്പോൾ ആൾ മാറിപ്പോയോ എന്നറിയണ്ടേ? അൻവർ കളിയാക്കി. പോ കൊച്ചിക്ക, ഈ ആസിയ എന്നും ആസിയ തന്നെ ആയിരിക്കും കേട്ടോ. സുഖമാണോ മോളെ? അൻവർ അനിയത്തിയോട് സ്നേഹപൂർവ്വം തിരക്കി. അൽഹംദുലില്ലാ. നിന്നോട് അടിവയ്ക്കാതെ ഒരു രസമില്ലടി. നീ ഇങ്ങ് പോരെ, കൊച്ചിക്ക ജോലി ശരിയാക്കി നൽകാം. MBA ഇവിടെ നല്ല ചാൻസാണ്. അതേ, ഞാൻ എൻ്റെ ഉമ്മായെ വിട്ട് എങ്ങോട്ടുമില്ല. ആ മോളെ, ഉമ്മ എവിടെ? ഉണ്ട് കൊച്ചാക്ക, ഞാൻ കൊടുക്കാം. അതേ, എനിക്കിപ്പോൾ സമയമില്ലട്ടോ. സമയം ഒരുപാടായി. ഫോൺ ഞാൻ ഉമ്മാടെ കയ്യിൽ കൊടുത്തേച്ച് പോകുവാണേ. അവരുടെ സംസാരം കേട്ട് സന്തോഷത്തിൽ നിന്ന് ഉമ്മായെ ആസിയ ഫോൺ ഏൽപ്പിച്ചു. ഉമ്മ, ഞാൻ പോണു. ഉമ്മായുടെ കവളിൽ ഒരു ചുംബനം കൊടുത്തിട്ട് ആസിയ ധൃതിയിൽ ബാഗെടുത്തു. ആ മോനെ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം ഉമ്മ. എൻ്റെ ഉമ്മാക്ക് സുഖമാണോ? ആടാ മോനെ, അള്ളാഹുവിൻ്റെ കൃപയാൽ ഞങ്ങൾ സുഖമായിരിക്കുന്നു. അൽഹംദുലില്ലാ. അൻവർ റബ്ബിനെ സ്തുതിച്ചു. ഉമ്മ, ആസി പോയോ? അവൾക്ക് നല്ലൊരു ചെക്കനെ കണ്ടുപിടിക്കണ്ടേ? നല്ലൊരു ബന്ധം തന്നെ അവൾക്ക് കിട്ടട്ടെ. ഇൻഷാ അല്ലാ, കിട്ടും ഉമ്മ. അവൾ എത്ര നല്ല കുട്ടിയാണ്. പടച്ചവൻ അതിന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതിരിക്കട്ടെ, എൻ്റെ മോന് സുഖമാണോടാ? അതേ ഉമ്മ, അൽഹംദുലില്ലാ. ജോലിയും നല്ല റാഹത്തായി തന്നെ പോണു. ഉമ്മായും അൻവറും വിശേഷങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ഇതേ സമയം ആസിയ ബസ് സ്റ്റോപ്പിലേക്ക് ധൃതിയിൽ നടക്കുകയായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങി അല്പം നടക്കണമായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക്. യാ റബ്ബേ, സമയം ഒരുപാടായിട്ടുണ്ടല്ലോ. ലാസ്റ്റ് ബസ് പോയോ ആവോ? ആ പരിഭ്രമത്തിനിടയിലും ആസിയയുടെ ചിന്ത റൂബീനയിലെത്തി. റൂബീനയുടെ ചിന്തകൾ അവളെ അലട്ടാൻ തുടങ്ങിയിരുന്നു. എന്നാൽ അവൾക്ക് എന്തു പറ്റി? താൻ വിളിച്ചിട്ടും അവൾ എന്തേ ഫോൺ എടുക്കാത്തത്? ഇനി അവളുടെയും ആശിമിൻ്റെയും ബന്ധം വീട്ടിൽ അറിഞ്ഞു കാണുമോ? അതോ അവൾ വല്ല പ്രശ്നത്തിലും ചെന്ന് പെട്ടോ? അതാണോ ഫോൺ എടുക്കാത്തത്? ഇങ്ങനെ ഓരോ ചിന്തകളിൽ ലയിച്ച് ആസിയ മുന്നോട്ട് നടക്കുകയാണ്. അപ്പോഴാണ് മുന്നിൽ. എന്നെ പേടിച്ചിട്ടാണോ മുഖം മറച്ചത്? ഒരു ഞെട്ടലോടെ ആസിയ ചോദ്യകർത്താവിനെ തിരിച്ചറിഞ്ഞു. റബ്ബിനെ പേടിച്ചിട്ടാണ്. മറുപടി അലക്ഷ്യമായി പറഞ്ഞുകൊണ്ടവൾ മുന്നോട്ട് നടക്കാൻ ഭാവിച്ചു. വീണ്ടും സഫറിൻ്റെ ശബ്ദം. നന്നായി. ഇനി ആരും ഈ മുഖം കാണുന്നത് എനിക്കിഷ്ടമല്ലോ. പിന്നെ എൻ്റെ മുന്നിൽ മുഖം മറച്ചാലും ഒരിക്കലും മങ്ങലേക്കാത്ത വിധം ഞാൻ അന്ന് ആദ്യമേ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചു കഴിഞ്ഞു ഈ മുഖം. ആ വാക്കുകൾ ആസിയുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിച്ചു. യാ റബ്ബേ, എന്തൊക്കെയാണ് ഇയാൾ തന്നോട് പറഞ്ഞു വരുന്നത്? അവൾ സഫറിൻ്റെ മുഖത്ത് പോലും നോക്കാതെ അവനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുട്ടി, ഒന്ന് നിൽക്കൂ. അവൻ കൈകൊണ്ട് അവളെ സ്പർശിക്കാതെ തടഞ്ഞു. എനിക്ക് സംസാരിക്കാനുണ്ട്. ആസിയ നിൽക്കാതെ തന്നെ സ്പീഡിൽ മുന്നോട്ട് നടന്നു. സഫർ കാറിൽ കയറി വണ്ടി സ്ലോവിൽ അവളുടെ ഒപ്പം ചലിപ്പിച്ചു. ആസിയ, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഒരു പക്ഷേ എൻ്റെ ജീവനോളം. ദേ ഇങ്ങോട്ടൊന്ന് നോക്കൂ. എന്നെ നീ ഇങ്ങനെ അവഗണിച്ചു പോകുന്നത് എന്തിനെ? നീ എൻ്റെ സ്വന്തമാകും വരെ ഞാൻ തന്നെ വിടില്ല. നിർത്തൂ, ആസിയ അക്ഷമയോടെ പറഞ്ഞു. എനിക്കിത് കേട്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ താങ്കൾ എൻ്റെ ആരാണ്? എന്ത് അവകാശത്തിൻ്റെ പേരിലാണ് ഇത്തരം വാക്കുകൾ എന്നോട് പറയുന്നത്? ആസിയുടെ വാക്കുകൾ സഫറിൻ്റെ ഹൃദയത്തിലേക്ക് ആഞ്ഞു പതിച്ചു. അതവൻ്റെ ഹൃദയത്തിലേക്ക് വലിയ സ്ഫോടനം സൃഷ്ടിച്ചു. ആസിയ വീണ്ടും തുടർന്നു. ഇതൊന്നും പ്രണയമല്ല. യഥാർത്ഥ പ്രണയത്തിന് ഒരു പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധി റബ്ബ് ഒരു സ്ത്രീക്കും പുരുഷനും കൊടുക്കുന്നത് വിവാഹത്തിലൂടെയാണ്. അല്ലാതെ മിക്കവരും കരുതുന്ന പോലെ വിവാഹത്തിന് മുൻപ് മനസ്സുകൾ കൈമാറി എല്ലാവരെയും വെറുപ്പിച്ച് പെണ്ണിനെ സ്നേഹിച്ച് സ്വന്തമാക്കുന്നതല്ല യഥാർത്ഥ പ്രണയം. ആ പ്രണയത്തെ പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നമ്മെ സൃഷ്ടിച്ച റബ്ബ് ആ പ്രണയത്തെ അംഗീകരിക്കില്ല. അത് റബ്ബിൻ്റെ മുമ്പിൽ മോശമായ ബന്ധമാണ്. അഡൾട്ടറിയാണത്. അതിനാൽ എന്നെ വെറുതെ വിടൂ. താങ്കളും അത് മനസ്സിലാക്കുക. ചുറ്റുപാടും ആൾക്കാർ അവരെ ശ്രദ്ധിച്ച് കടന്നു പോകുന്നുണ്ടായിരുന്നു. ആസിയ നടപ്പ് നിർത്തിയായിരുന്നു സഫറിനോട് സംസാരിച്ചത്. പക്ഷേ അപ്പോഴും അവളുടെ കണ്ണുകൾ അവനെ ശ്രദ്ധിച്ചിരുന്നില്ല. സഫറിൻ്റെ മീകളിൽ വെള്ളം നിറഞ്ഞിരുന്നു. അവളുടെ ആ വാക്കുകൾ സഫറിൻ്റെ ഹൃദയത്തിൽ കുത്തിവലിക്കുന്നു. ജനങ്ങൾ അവരെ ശ്രദ്ധിക്കുന്ന കാര്യം ഒരു അമ്പരപ്പോടെ ആസിയ തിരിച്ചറിഞ്ഞു. അവൾക്കതിൽ വല്ലാത്ത മനക്കേട് തോന്നി. സഫറിനോട് അവസാനമായി ഒരു വാക്ക് കൂടി കർശനമായി സംസാരിച്ചുകൊണ്ട് അവൾ വെട്ടിത്തിരിഞ്ഞു നടന്നു. ദയവ് ചെയ്ത് ഇനിയെങ്കിലും എൻ്റെ പിന്നാലെ വരരുത്. അങ്ങനെയായാൽ ഞാൻ ഇനി പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. നിർത്തിയ കാറിനുള്ളിൽ കണ്ണുനീർ തിങ്ങിയ അവ്യക്തമായ കാഴ്ചയാൽ സഫർ ആസിയ നടന്ന് മായുന്നത് നോക്കിയിരുന്നു.
അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ തളർത്തുകയും ഒരു വേള ചിന്തിപ്പിക്കുകയും ചെയ്തു. അവളുടെ മനസ്സിൽ തനിക്കൊട്ടും സ്ഥാനമില്ല. ഒരു പൂവാലനെ പോലെയാണ് താൻ അവളുടെ കാഴ്ചപ്പാടിൽ. അത് സഫറിനെ തളർത്തി. ശരിയാണ്, എനിക്കിപ്പോൾ ഒട്ടും അവകാശം നിന്നിൽ റബ്ബ് തന്നിട്ടില്ലായിരിക്കാം. പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ ജീവനോളം സ്നേഹിച്ചു പോയി നിന്നെ. ഇനി മരണം വരെയും നീ മാത്രമാകും എൻ്റെ ഉള്ളിൽ. സഫർ സ്വന്തം മനസ്സാൽ ദൂരേക്ക് നടന്നകന്നു പോകുന്ന അവളോട് മന്ത്രിച്ചു. നീ നടന്നു മറിഞ്ഞുകൊള്ളൂ, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്നും നീ ഒരിക്കൽ പോലും മാഞ്ഞു പോവുകയില്ല. ഇപ്പോൾ തന്നിൽ നിന്നും എല്ലാം കൊണ്ടും ഒരുപാട് ദൂരത്തിലാണവൾ. സങ്കടവും നൈരാശ്യവും കാരണം സഫറിന് വണ്ടിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ തകർച്ചയോടെ അവിടെ തന്നെ ഇരുന്നു. ആസിയാക്ക് ബസ് കിട്ടിയിരുന്നില്ല. അവൾ ബസ് സ്റ്റാൻഡിൽ കിടന്നൊരു ഓട്ടോ വിളിച്ചു. പ്രായം ചെന്ന ഒരു വാപ്പായിരുന്നു ഓട്ടോക്കാരൻ. ആസിയുടെ മരിച്ചുപോയ വാപ്പായുടെ കൂട്ടുകാരൻ. അദ്ദേഹം എപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെ കാണും. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആസിയ ചിന്തിച്ചു, ലാസ്റ്റ് താൻ അയാളോട് പറഞ്ഞ വാക്ക് അല്പം കൂടിപ്പോയില്ലേ? അവൾക്കത് സങ്കടമായി. അവൾ അങ്ങനെയാണ്. പണ്ട് മുതലേ ആരെയും വെറുപ്പിക്കുന്ന വിഷമിക്കുന്ന വിധം അവൾ മറ്റാരോടും സംസാരിക്കാറില്ല. പക്ഷേ ഈ വെറുപ്പിക്കൽ തനിക്ക് അനിവാര്യമാണ്. അങ്ങനെയെങ്കിലും ആളുടെ മനസ്സിൽ നിന്നും താൻ ഒഴിഞ്ഞു പോയിക്കൊള്ളട്ടെ. സഫർ പെണ്ണുകളെ ശല്യം ചെയ്യുന്ന ഒരാളായിരിക്കില്ലെന്ന് ആസിയാക്ക് തോന്നി. വാസ്തവത്തിൽ അയാൾ തന്നെ സ്നേഹിക്കുന്നുണ്ടോ? വേണ്ട. അവകാശമില്ലാത്ത അത്തരം ചിന്തകളൊന്നും തൻ്റെ മനസ്സിൽ വേണ്ട. അതൊക്കെ മനസ്സിൻ്റെ വെറും ചാബല്യമാണ്. നീ എൻ്റെ സ്വന്തമാകും വരെ ഞാൻ നിന്നെ വിടില്ല. സഫറിൻ്റെ ആ വാക്കുകൾ ആസിയുടെ മനസ്സിൽ പോറൽ കോരിയിട്ടു. അയാൾ തന്നെ ഇനിയും വെറുതെ വിടില്ല എന്നവൾക്ക് തോന്നി. ഞാൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണ്. അങ്ങനെ ഒരു തീരുമാനം മനസ്സിലുറപ്പിക്കുമ്പോൾ ആസിയ വല്ലാതെ നിരാശപ്പെട്ടു പോയിരുന്നു. ഓട്ടോ ബ്യൂട്ടി ആൻഡ് നൈസ് കമ്പനിയുടെ മുന്നിൽ നിന്നു. ആസിയ ഓട്ടോയിൽ നിന്നിറങ്ങി ബാഗിൽ നിന്നും പൈസ എടുത്തു. മോളെ, സുഖമാണോ? ഓട്ടോ ഡ്രൈവർ കുശലം ചോദിച്ചു. ഇന്നെന്താ ഒരു മാറ്റം? മുഖമൊക്കെ മറച്ചുപോയല്ലോ. എന്തായാലും നന്നായി മോളെ. റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിനക്കെപ്പോഴും. ആമീൻ. എനിക്ക് സുഖമാണ് വാപ്പാ. പൈസ കൊടുക്കുമ്പോൾ ആസിയ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. പ്രൗഢിയിൽ കുളിച്ചു നിൽക്കുന്ന ബ്യൂട്ടി ആൻഡ് നൈസ്. ഇന്ന് തൻ്റെ ലാസ്റ്റ് ദിവസമാണല്ലോ ഇവിടെ എന്നോർത്തപ്പോൾ ആസിയുടെ മനസ്സ് നൊന്തു. കുറച്ച് കാത്തിരിപ്പിന് ശേഷം തനിക്ക് ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ജോലി ഇന്ന് ലാസ്റ്റ് ദിവസമായിരിക്കുന്നു. തനിക്കിതല്ലാതെ വേറൊരു വഴിയില്ലല്ലോ. ആസിയ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. സഫർ ആ വലിയ ഗേറ്റ് കടന്ന് കാർ തൻ്റെ വീട്ടുമുറ്റത്ത് സ്റ്റോപ്പ് ചെയ്തു. എങ്ങനെയോ ഡ്രൈവ് ചെയ്താണ് ഇവിടെ വരെ എത്തിയത്. മനസ്സ് ആദിയുടെ ചിന്തകളാൽ നേരെ നിൽക്കുന്നില്ല. വണ്ടി ഓടിക്കുമ്പോൾ സഫറിന് ഇടയ്ക്കെവിടെയോ പിഴച്ചിരുന്നു. ഭാഗ്യത്തിന് അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല. ഇനി ഒരിക്കലും ഒരു പൂവാലനെ പോലെ താൻ അവളുടെ മുന്നിൽ പോകില്ല. പൊന്നെ, നീ എന്തിനായി എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു? അന്ന് കണ്ട മാത്രയിൽ എന്നിലേക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു നനുത്ത സ്പർശം പോലെ നീ കടന്നു വന്നു. അധികം വൈകാതെ നീ എന്നിൽ നിന്ന് മാഞ്ഞു പോവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എനിക്കറിയാം, ഒന്നും നിൻ്റെ അറിവോടെ ആയിരുന്നില്ല, ആവശ്യപ്രകാരമായിരുന്നില്ല. എങ്കിലും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയി. എനിക്ക് നിന്നോടൊപ്പം എത്താനുള്ള യോഗ്യതയില്ലായിരിക്കാം. ശരിക്കും റബ്ബിൻ്റെ മുമ്പിൽ അംഗീകാര പ്രണയം എന്താണ് എന്ന് നീ എനിക്ക് മനസ്സിലാക്കി തന്നു. നീ പരിശുദ്ധിയുടെ നിറകുടമാണ്. നിന്നെ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്നു. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നിന്നും നിന്നെ പറിച്ചു കളയാനും എനിക്ക് കഴിയുന്നില്ല. എന്നോട് ക്ഷമിക്കൂ. വണ്ടി പോർച്ചിൽ പോലും ഒതുക്കാതെ നിർത്തി സഫർ തളർച്ചയോടെ വിശാലമേറിയ സിറ്റൗട്ടിലെ ചാരുമഞ്ചത്തിൽ ചാരിയിരുന്നു. സഫറിൻ്റെ വിഷാദഭാവത്തോടെയുള്ള വരവ് മുകൾ നിലയിൽ നിന്നും അപ്പു ശ്രദ്ധിച്ചിരുന്നു. അയാൾ അല്പസമയത്തിനകം താഴേക്ക് വന്നു. അപ്പു സഫറിൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തു പറ്റി കുഞ്ഞേ? എന്തോ വിഷമമുണ്ടല്ലോ. എന്താ ഉണ്ടായത്? ഇങ്ങനെ മോനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പേട്ടാ, ഞാൻ അല്പനേരം തനിച്ചിരുന്നോട്ടെ. ഞാൻ വന്നുകൊള്ളാം. ചേട്ടൻ പോയിക്കോളൂ. സഫറിൻ്റെ ശബ്ദം അല്പമൊന്നിടറി. എന്നാൽ ഞാൻ കുഞ്ഞിന് കുടിക്കാൻ വല്ലതും എടുക്കാം. എനിക്കൊന്നും വേണ്ട അപ്പേട്ടാ. ഈ കുഞ്ഞിന് ഇന്ന് എന്തു പറ്റിയാവോ? അപ്പു വല്ലായ്മയോടെ അകത്തേക്ക് പോയി. എടാ, നീ എന്താ പട്ടാപ്പകൽ കിടന്ന് സ്വപ്നം കാണുകയാണോ? ഹാഷിമിനെ മുന്നിൽ കണ്ടപ്പോൾ സഫർ നിവർന്നിരുന്നു. ഹാഷിമിനെ പതിവിലും നല്ല ഉഷാറോടെ മദ്യപിക്കാതെ കാണപ്പെട്ടു. നീ വന്നോ? എന്തുണ്ട് വിശേഷങ്ങൾ? സഫർ യാന്ത്രികമായി ഹാഷിമിനോട് തിരക്കി. ഉണ്ടടാ, ഒരു വിശേഷമുണ്ട്. അതല്ലേ ഞാൻ ഈ സമയത്ത് വന്ന്. അതിരിക്കട്ടെ, നീ എന്താ വിമുഖമായിട്ടിരിക്കുന്നത്? ഹാഷിം പാതി തമാശയിലും കാര്യത്തിലുമായി ചോദിച്ചു. സഫർ ഹാഷിമിനെ നോക്കി വിഷാദഭാവത്തോടെ ഒരു പുഞ്ചിരി വരുത്തി. നീ വെച്ച വെറ്റിൽ ഞാൻ തോറ്റിരിക്കുന്നു. എന്നുവെച്ചാ? ആസിയ നിന്റെ പ്രേമം തകർത്ത് കളഞ്ഞു. സഫർ ഒരു നൊമ്പരത്തോടെ അവൻ ഉത്തരം കൊടുത്തു. ഇന്ന് ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വിവരം അറിയിക്കാൻ അവളുടെ മുന്നിൽ ചെന്നിരുന്നു. പക്ഷേ അവൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞു. എനിക്ക് അവളെ മറക്കുവാൻ കഴിയുന്നില്ലടാ. അത് കേട്ടതും ഹാഷിം പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ചിരിക്കിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലടാ, അടി കിട്ടിയോ നിനക്ക്? ഹാഷിമിൻ്റെ കളിയാക്കൽ.
സഫർ ദുഃഖഭാവത്തിൽ അവനെ നോക്കിയിരുന്നു. അവൻ്റെ കണ്ണുകൾ അറിയാതെ നനഞ്ഞു. അല്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? വിഷാദ കാമുകൻ്റെ ഈ മുഖംമൂടി നിനക്ക് ചേരില്ല. അവൾ പോയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റൊരാൾ നിന്റെ ജീവിതത്തിലേക്ക് വരില്ലേ? ഇല്ലടാ, അതിനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലുണ്ടാകില്ല. മറ്റൊരു പെണ്ണിനെ ഉൾക്കൊള്ളാൻ എനിക്കിനി കഴിയില്ല. എൻ്റെ ആസിയായെപ്പോലെ നല്ലൊരു പെണ്ണ് ഒരിക്കലും ഈ ദുനിയാവിലിപ്പോൾ ഉണ്ടാവുകയില്ല. അവളെ ഞാൻ സ്നേഹിക്കുക മാത്രമല്ല, ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതെ, അവളെപ്പോലെ ആരും കാണില്ല. അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലെ ഒരുത്തൻ പിറകെ നടന്നിട്ടും അവൾ പുറംകൈ കൊണ്ട് തൂത്തെറിഞ്ഞത്. എടാ, അവളെ കെട്ടാൻ ഏതോ ഒരുവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. അവൻ ഭാഗ്യവാനാണ്. ഹാഷിമിൻ്റെ വാക്കുകൾ സഫറിൽ കൂടുതൽ വേദന നിറച്ചു. ഇനി നീ എത്ര പരിശ്രമിച്ചാലും അവൾ വീഴാൻ പോകുന്നില്ല. നീ അവളെ മറന്നേക്ക്. ഇല്ല, ഒരു സ്വകാര്യ വേദനയായി അവൾ എപ്പോഴും എൻ്റെ ഹൃദയത്തിലുണ്ടാകും. അതുപോട്ടെ, നീ എന്താ എന്നോട് പറയാനുണ്ട് എന്ന് പറഞ്ഞത്? സഫർ ഗൗരവത്തിലായി. അതൊക്കെ ഉണ്ടടാ, നീ അതൊക്കെ ഇനി പുറമേ അറിഞ്ഞോളും. ഇനിയൊരു പക്ഷേ നമ്മൾ കണ്ടു എന്നും വരില്ല. അതെന്താ? സഫർ ചോദ്യഭാവത്തിൽ ഹാഷിമിനെ നോക്കി. ഹാഷിം ഗൂഢമായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്താടാ, കാര്യം പറയും. നിൻ്റെയും റൂബിനയുടെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം? അതൊക്കെ നീ അറിയും. ഞാൻ നിന്നോട് യാത്ര ചോദിക്കാനാണ് വന്നത്. യാത്ര ചോദിക്കാനോ? സഫർ അമ്പരപ്പോടെ ചോദിച്ചു പോയി. എടാ, എന്താ പ്രശ്നമെന്ന് സഫർ വീണ്ടും ചോദിച്ചു. ഞാൻ ഇറങ്ങട്ടെ? ഹാഷിം മറ്റൊന്നും പറയാതെ ധൃതിയിൽ പുറത്തേക്കിറങ്ങി. എടാ, പ്രശ്നത്തിനൊന്നും പോകരുത്, സഫർ ഹാഷിമിനോടായി വിളിച്ചു പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും പ്രതികരിക്കുവാനും സഫറിൻ്റെ മാനസിക അവസ്ഥയ്ക്ക് അപ്പോൾ കഴിഞ്ഞില്ല. എല്ലാവരും തന്നെ വിട്ടുപോവുകയാണ്. ഉമ്മച്ചിയും ബാപ്പച്ചിയും. ഇപ്പോഴിതാ അനുവാദമില്ലാതെ സ്നേഹിച്ച തൻ്റെ പ്രിയപ്പെട്ടവളും കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരനും. സഫറിൻ്റെ മനസ്സ് ആകെ മുരടിച്ചു പോയി. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ആസിയയുടെ ക്യാബിനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. റിസപ്ഷനിൽ നിന്നും മഞ്ജുഷയാണ് വിളിച്ചത്. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. പറയൂ മഞ്ജുഷ, ആസിയ പറഞ്ഞു. മാഡത്തെ കാണാൻ റൂബീന മാഡം വന്നിട്ടുണ്ട്. ഇന്ന് ലീവായതിനാൽ പുറത്തേക്ക് ഇറങ്ങി വരുവാൻ പറഞ്ഞിരിക്കുന്നു. റൂബീന മാഡം കാത്തു നിൽക്കുകയാണ്. ഓക്കെ, ഞാൻ വരികയാണെന്ന് പറയൂ. ശരി മാഡം. ആസിയ ധൃതിയിലിറങ്ങി. വൈകിട്ട് അവളുടെ വീട്ടിൽ പോയി അന്വേഷിക്കണമെന്ന് കരുതിയതായിരുന്നു ആസിയ. രാവിലെ സമയം കിട്ടിയില്ലായിരുന്നല്ലോ. പക്ഷേ അവൾ എന്താ ഈ സമയം തന്നെ കാണാൻ വന്നത്, അതും പുറത്തേക്ക്? ആസിയ ആശങ്കയോടെ ചെന്നപ്പോൾ റൂബീന അവളെ കാത്ത് അക്ഷമയോടെ നിൽക്കുകയാണ്. റൂബി! ഓടിച്ചെന്ന് ആസിയ അവളുടെ കൈ പിടിച്ചു. ഇവൾ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു, ആസിയ മനസ്സിലോർത്തു. കെട്ടിവെച്ചെങ്കിലും പാറിപ്പറന്ന മുടി നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നു. തലയിൽ ഒരു ഷാൾ അലക്ഷ്യമായി ചുറ്റിയിട്ടുണ്ട്. മുഖത്ത് മേക്കപ്പില്ല, ഐലാഷില്ല, ലിപ്സ്റ്റിക്കില്ലാത്ത അധരങ്ങളും. ആസിക്ക് വല്ലാത്ത ആശങ്ക തോന്നി. ഡി, നിനക്കെന്ത് പറ്റി? സുഖമില്ലടി ഇപ്പോഴും? ഞാൻ രാവിലെ എന്തുമാത്രം നിന്നെ വിളിച്ചു? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ആസിയ റൂബീനയോട് ചോദിച്ചുകൊണ്ടിരുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.